നമസ്കാരം, ഇറ്റ്സ് മീ വിജിത. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിജിതാസ് വൈബ്രന്റ് വിഷൻസ്. നമ്മളുടെ രാമായണ മാസം തുടങ്ങിയിട്ട് ഇന്നേക്ക് 26ാമത്തെ ദിവസമായി. അപ്പോൾ ഒട്ടും വൈകിപ്പിക്കേണ്ട, നമുക്ക് നേരെ കഥയിലോട്ട് തന്നെ പോവാം അല്ലേ. ഇന്നലെ നമ്മൾ കഥ എവിടെയാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്? ശ്രീരാമനും ഹനുമാനും സുഗ്രീവനും ലക്ഷ്മണനും എല്ലാവരും കൂടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ സീതാദേവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോകേണ്ട കാര്യങ്ങളും കടന്ന് എങ്ങനെ ലങ്കയിലേക്ക് എത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ശ്രീരാമന്റെ വലത് കണ്ണിങ്ങനെ തുടിക്കുന്നത്. ആ വലത് കണ്ണ് പുരുഷന്മാർക്ക് തുടിക്കുമ്പം നല്ല കാര്യം നടക്കാൻ പോകുന്നതിന്റെ ലക്ഷണമാണ് എന്നാണ് പണ്ട് കാലങ്ങളിൽ പറയാ. അപ്പൊ ഇനി ഒട്ടും വൈകിപ്പിക്കേണ്ട, നമുക്ക് യാത്ര തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് അവർ യാത്ര തുടങ്ങാണ്. എങ്ങനെയാണ് യാത്ര പോകുന്നത്? ആയിരക്കണക്കിന് എന്ന് പറഞ്ഞാൽ പോരാ, ലക്ഷക്കണക്കിനോളുണ്ട് വാനര സേനയാണ് ഉള്ളത്. അത്രയും കുരങ്ങന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരെക്കാട്ടിലും ആക്റ്റീവ് ആയിട്ടുള്ള ജീവികളാണ് അല്ലേ. അപ്പൊ അവര് എന്താണ് ഈ സീതാദേവിനെ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ അവരിങ്ങനെ ശക്തി പ്രകടനമൊക്കെ നടത്തിയിട്ട് മരങ്ങളൊക്കെ പുഴക്കി എറിഞ്ഞിട്ട് ഇങ്ങനെ അവരുടെ ഓരോരുത്തരുടെ ശക്തിയൊക്കെ കാണിച്ചിട്ടാണ് സേനയിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. എന്നിട്ടോ ഈ സേനയുടെ ഏറ്റവും മുന്നിൽ ഹനുമാന്റെ തോളിൽ ഇരുന്നിട്ട് ശ്രീരാമൻ, സേനയുടെ നടുവില് സുഗ്രീവൻ, പിന്നെ സേനയുടെ ഏറ്റവും ബാക്കില് അംഗദന്റെ തോളിൽ ഇരുന്നിട്ട് ലക്ഷ്മണൻ. ഇങ്ങനെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരിങ്ങനെ അവിടെ നിന്ന് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേ സമയം അവിടെ ശ്രീലങ്കയിൽ എന്താ നടക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ആകെ നാണക്കേടായില്ലേ രാവണന്. വലിയ കാര്യത്തിൽ വാനരന്മാർക്ക് ഒരു പാടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഹനുമാൻ ഇങ്ങോട്ട് ശിക്ഷിച്ചൊക്കെ വിട്ടതാണ്. വാലിൽ തുണിയൊക്കെ കൊളുത്തി എണ്ണയൊക്കെ അഴിച്ച് തീയൊക്കെ കത്തിച്ച് ഇനിയിപ്പോ കരഞ്ഞ് ഈ വാനരൻ ഇവിടുന്ന് പോവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹനുമാനെ ശിക്ഷിച്ച് വിടാൻ വേണ്ടി നോക്കിയപ്പോ എന്തായി? ലാസ്റ്റ് രാവണന്റെ മാളിക, സ്വർണം കൊണ്ടുള്ള മാളിക എന്താണ്, പകുതിയോളം കത്തി അമരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അത് കെടുത്താനൊക്കെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഹനുമാൻ ഓരോടിക്ക് ചാടിയിട്ട് ഇന്നലത്തെ കഥയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലങ്കാദഹനം. അപ്പൊ അങ്ങനെ അവിടെ മുഴുവൻ എന്തായി, കത്തിയിട്ട് എന്താണ്, വിഭീഷണൻ ഇരിക്കുന്ന സ്ഥലവും സീതാദേവി ഇരിക്കുന്ന സ്ഥലവും ഒഴിച്ച് മറ്റെല്ലാവരുടെയും കത്തി, ആ സ്വർണത്തിന്റെ കൊട്ടാരാണ് കത്തി ഇല്ലാതെയാവുന്നത്. അത്ര നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. നാശനഷ്ടങ്ങളൊക്കെ പോട്ടെ, രാവണന്റെ അഭിമാനത്തിനാണ് കോട്ടം തട്ടിയിരിക്കുന്നത് ഇല്ലേ. ഒരു വാനരൻ വന്നിട്ട് ഇവിടെ ഇത്രയും നാശനഷ്ടം ഉണ്ടാക്കാന്ന് പറയുമ്പം ആ അഭിമാനം അങ്ങോട്ട് ഇല്ലാതെയായി പോവാണ് ചെയ്യുന്നത്. അപ്പൊ ആകെക്കൂടെ ഭ്രാന്ത് പിടിച്ച പോലെയായിട്ട് രാവണ മന്ത്രിമാരെയൊക്കെ വിളിച്ച് വരുത്തി ഇരുത്തിയിട്ട് ഒരു മന്ത്രിസഭ ഒന്ന് നടത്തുകയാണ്. എന്താണ് അവൻ ഇവിടെ വരാൻ കാരണം, എന്തുകൊണ്ട് അവൻ ഇത്ര ശക്തിയിൽ ഇതൊക്കെ ചെയ്തു, നമ്മളുടെ ഭാഗത്ത് നിന്നുള്ള വന്നിട്ടുള്ള പിഴവുകൾ എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാവണന് 2 അനിയന്മാരുണ്ട്. ഒരനിയൻ കുംഭകർണനും ഒരനിയൻ വിഭീഷണനുമാണ്. അപ്പൊ അതിൽ കുംഭകർണൻ എന്ന് പറയുന്ന അനിയൻ ഒരു വരം കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. അത് നിദ്രാവത്വം എന്ന് പറയുന്ന ഒരു വരാണ് കുംഭകർണന് കിട്ടിയിട്ടുള്ളത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിലെ 12 മാസത്തില് 6 മാസം ഉറങ്ങും, 6 മാസം ഉണർന്നിരിക്കും. ഇതാണ് കുംഭകർണന് ലഭിച്ചിട്ടുള്ള വരം. അപ്പൊ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കുംഭകർണൻ അറിയുകയുണ്ടായി. സീതാദേവിനെ തട്ടിക്കൊണ്ടു വന്നതും അതിനു വേണ്ടിയിട്ട് ഹനുമാൻ വന്നതും ഇവിടെ നാശനഷ്ടം ഉണ്ടാക്കിയതും അക്ഷകുമാരൻ മരിച്ചതും ഒക്കെ കുംഭകർണൻ അറിഞ്ഞപ്പോൾ കുംഭകർണൻ എന്ത് ചെയ്തു, ഈ മന്ത്രിസഭയിൽ വന്നിട്ട് രാവണനോട് ഇങ്ങനെ പറയുകയാണ്, സീതാദേവിനെ മറ്റൊരാളുടെ പത്നിനെ ഇവിടെ തട്ടിക്കൊണ്ടു വന്നതാണ് ഇവിടെയുള്ള എല്ലാ നാശങ്ങളും ഉണ്ടാവാൻ കാരണം. എത്രയും പെട്ടെന്ന് സീതാദേവിനെ ശ്രീരാമന്റെ അടുത്ത് തിരിച്ചയക്കുക. നീ വിചാരിക്കുന്നത് പോലെ ശ്രീരാമൻ ഒരു സാധാരണ മനുഷ്യല്ല, മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. ആ അവതാരത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ അധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന നിന്നെ വധിക്കുക എന്നുള്ളതാണ് എന്നൊക്കെ വിശദമായിട്ട് കുംഭകർണൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രാവണന്. അപ്പോഴൊക്കെ രാവണനുണ്ടോ മനസ്സിലാവണു, വിനാശകാലേ വിപരീത ബുദ്ധി. ഇത് 5-6 വീഡിയോയിൽ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം ഈ കഥയിൽ ആ ഒരു വാക്കിന് അത്രത്തോളം പ്രധാനം വരുന്നത് കൊണ്ട് തന്നെയാണ്. രാവണന്റെ വിനാശകാലം എത്തുമ്പോൾ രാവണന്റെ ബുദ്ധി വിപരീതമായി പോവുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും രാവണന്റെ തലയിൽ കേറുന്നില്ല. രാവണൻ വളരെ പുച്ഛത്തോടെ കുംഭകർണന്റെ വാക്കുകളിലേക്ക് തള്ളിക്കളയാണ്. എന്നിട്ടോ കുറച്ച് കഴിയുമ്പോണ്ട് ഇതൊക്കെ കേട്ടിട്ട് വിഭീഷണൻ വരുന്നു. വിഭീഷണൻ 2ാമത്തെ അനിയനാണ് ആരുടെ, രാവണന്റെ. എന്നിട്ട് വിഭീഷണൻ വന്നിട്ട് പറഞ്ഞു, ജ്യേഷ്ഠ, കുംഭകർണൻ പറഞ്ഞതിൽ ശരിയുണ്ട്. സീതാദേവിയെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങയുടെ വധം സുനിശ്ചിതമാണ്. രാമന്റെ മുഖം അങ്ങ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങേക്ക് ദിവസങ്ങൾ എണ്ണി തുടങ്ങാം, അത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ മരിക്കും എന്നുള്ളത്. അതുകൊണ്ട് അങ്ങ്
ഇപ്പൊ എന്തായാലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സീതാദേവിനെ തിരിച്ചേൽപ്പിച്ചിട്ട് ക്ഷമ ചോദിക്കുക. ഭഗവാൻ നമ്മൾ ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ക്ഷമ തരും, ഭഗവാൻ ദയാലുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീരാമനെ കുറിച്ചിട്ട് കുറെ പുകഴ്ത്തി പറയുന്നുണ്ട്. അങ്ങക്ക് ഇനി ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അങ്ങ് ജീവിച്ച് കാണണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇപ്പൊ ശ്രീരാമന്റെ മുന്നിൽ കീഴടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറെ കാലം കൂടി അങ്ങക്ക് ലങ്ക ഭരിച്ച് ഇവിടെ ജീവിക്കാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിഭീഷണനും ഒരുപാട് രാവണനും ഉപദേശിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും കൂടി ഉപദേശം അങ്ങോട്ട് കേട്ടപ്പോഴേക്ക് രാവണന് പിന്നെയും കലി എവിടെ നിന്നാണ് കയറി വരുന്നത് എന്ന് പറയാനുണ്ടോ. വിഭീഷണനോടാണ് കൂടുതൽ ദേഷ്യം. കാരണം വിഭീഷണനാണ് ശ്രീരാമനെ എടുത്ത് പൊക്കി 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 പറഞ്ഞത്. പോരാത്തേനോ വിഭീഷണൻ ശ്രീരാമന്റെ ഭക്തനും കൂടിയാണ്. രാവണന്റെ കൂടി ഇരുന്നിട്ട് ശ്രീരാമനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീരാമ ഭക്തനാണ് വിഭീഷണൻ. അപ്പൊ വിഭീഷണനോട് പറഞ്ഞു, ഇറങ്ങിക്കോ, നീ എൻ്റെ അനുജനായതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ കൊല്ലുന്നില്ല, ഇറങ്ങിക്കൊന്ന് ഇവിടുന്ന് കൊട്ടാരത്തിൽ നിന്നല്ല ഈ ലങ്കയിൽ നിന്ന് തന്നെ നീ പൊക്കോ, എവിടേക്കാന്ന് വെച്ചാൽ പൊക്കോ, എങ്ങടാന്ന് വെച്ചാൽ പൊക്കോ, ഇനി ഇങ്ങനെ ഒരു അനിയൻ എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് വിഭീഷണനോട് ഇറങ്ങി പോവാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പൊ ഈ വിഭീഷണൻ എന്താ ചെയ്യുന്നത്, ലങ്കയിൽ നിന്ന് ആകാശത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അവർ അസുരന്മാർക്കൊക്കെ കുറെ ശക്തികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ആകാശത്തേക്ക് പോകുന്നുണ്ട്. അതേസമയം നമ്മളുടെ അവിടെ നിന്ന് സഞ്ചാരം തുടങ്ങിയിട്ടുള്ള ശ്രീരാമനും വാനരപ്പടിയും ഒക്കെ എവിടെ എത്തി, നമ്മളുടെ കടൽ തീരത്ത് എത്തിയിട്ട് അവര് അവിടെ ഒരു കുടിയൊക്കെ നിർമ്മിച്ച് അവിടെ പാർക്കാൻ തുടങ്ങി. അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് അവർ തുടങ്ങി. എന്നിട്ടോ കടൽ എങ്ങനെ കടക്കും എന്നുള്ളത് ഇങ്ങനെ അവർ ആലോചിച്ചിരിക്കുകയാണ്. ഇത്രയോ ആഴുണ്ട്, ഇത്രയും നീളമുണ്ട്, അളക്കാൻ കഴിയാത്ത 100 യോജന അല്ലേ. ഹനുമാനെ കൊണ്ടല്ലാതെ ആരെ കൊണ്ടാണ് ആ 100 യോജനയൊക്കെ ചാടിക്കിടക്കാൻ കഴിയുക? ഇത്രയും ലക്ഷക്കണക്കിന് വാനരന്മാരെ ചുമലിലേറ്റിയിട്ട് ഹനുമാൻ ചാടുക എന്ന് പറയുന്നതും സാധ്യമായിട്ടുള്ള കാര്യമില്ല. അപ്പം ഇനി എന്ത് ചെയ്യും ഈ കടൽ കടക്കാൻ എന്നുള്ളത് എല്ലാവരും വളരെ ഗാഢമായിട്ട് ചിന്തിച്ച് ചർച്ചയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആകാശത്ത് കൂടെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ വരുന്നു. നോക്കുമ്പോൾ അത് വരുന്നത് വിഭീഷണനും വിഭീഷണന്റെ 4 മന്ത്രിമാരുമാണ്. രാവണൻ ലങ്കയിൽ നിന്ന് ഇറക്കി വിട്ടൂല്ലേ തൻ്റെ അനുജനായിട്ടുള്ള വിഭീഷണനെ. ആ വിഭീഷണൻ നേരെ ശ്രീരാമന്റെ അടുത്ത് കടൽ തീരം കടന്ന് വന്ന് ഇവിടെ ശ്രീരാമന്റെ അടുത്ത് കഥകളൊക്കെ പറഞ്ഞിട്ട് അഭയം പ്രാപിക്കുകയാണ്. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ എത്തി നിൽക്കട്ടെ ഇവിടെ കഥ. ഇനി ബാക്കിയുള്ള കഥ നമുക്ക് നാളെ മനസ്സിലാക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.